സംഘർഷഘടന എന്ന സിനിമയുടെ IFFKയിലെ പ്രദർശനത്തിന് ശേഷം നടന്ന ഒരു ഇന്റർവ്യൂവിൽ കൃഷാന്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് പല സിനിമകളിലും എഴുത്തുകാരോ സംവിധായകരോ കഥാപാത്രങ്ങളെ കൊണ്ട് ഏതെങ്കിലും പ്രമുഖ ചിന്തകന്റെയോ എഴുത്തുകാരന്റെയോ കോട്ടുകൾ പറയിപ്പിക്കും. യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഈ ഒരു കാര്യം പലപ്പോഴും സിനിമകളിൽ എഴുത്തുകാർ ചേർക്കുന്നത് പലപ്പോഴും തനിക്ക് ഒരുപാട് വായിച്ചറിവുണ്ട് എന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കൃഷാന്തിൻ്റെതായിട്ട് ഇറങ്ങിയിട്ടുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ റിയൽ ലൈഫിൽ അനുഭവിക്കുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് സിനിമകളിൽ അമിതമായിട്ട് ഡ്രമാറ്റിക് ആക്കുന്നത് എന്നത് ഒരു സറ്റയർ സ്വഭാവത്തിൽ പുള്ളി കാണിക്കാറുണ്ട്. ദ ക്രോണിക്കിൾസ് ഓഫ് ദ 4.5 ഗ്യാങ് സംഭവ വിവരണം 4 സംഘം എന്ന കൃഷാന്തിൻ്റെ ആദ്യത്തെ സീരീസ് സംരംഭം ഇത്തരത്തിലുള്ള സ്പൂഫ് സറ്റയർ പരിപാടിയുടെ ഒരു തുടർച്ചയാണ്. ബയോപിക്കുകളിലും ജീവചരിത്രങ്ങളിലും ഒക്കെ അതിൻ്റെ കേന്ദ്ര കഥാപാത്രങ്ങളെ ഏത് രീതിയിലാണ് വൈറ്റ് വാഷ് ചെയ്യുന്നത് എന്ന് തുറന്നു കാണിക്കുന്ന ഒരു സീരീസാണ് 4 സംഘം. വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് കാര്യങ്ങൾ നിലനിർത്താനും ഇങ്ങനെ ക്ലീഷയായിട്ട് നമ്മൾ കാണുന്ന എല്ലാ എലമെൻറ്റുകളെയും ആവശ്യത്തിന് പരിഹസിക്കാനും ശ്രമിക്കുന്ന ഒരു ക്യാരക്ടർ റിച്ച് ആയിട്ടുള്ള ഒരു കോമഡി പരിപാടിയാണ് ഈ സീരീസ്. അരിക്കുട്ടൻ, കഞ്ഞി, അൽത്താഫ്, മണിയൻ, മൂങ്ങ ഇവരെല്ലാം സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഉള്ള ക്ലോസ് ഫ്രണ്ട്സാണ്. തിരുവനന്തപുരത്തെ ഒരു ചേരിയിലാണ് ഇവർ ജനിച്ചു വളർന്നതൊക്കെ. ജീവിത സാഹചര്യങ്ങൾ കാരണം അവർക്ക് ഒരു മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് എത്തണമെന്ന ആഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. പല പല തരികിട പരിപാടികൾ ചെയ്തുകൊണ്ട് ഒരു സംഘമായിട്ട് ഇവർ ആ ഒരു മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് എങ്ങനെയൊക്കെയോ എത്തി. ആ യാത്ര എങ്ങനെയായിരുന്നു എന്നത് ഒരു എഴുത്തുകാരനെ വെച്ച് ജീവചരിത്രം പോലെ അവർ ഡോക്യുമെന്റ് ചെയ്യാൻ നോക്കുന്നതാണ് നമ്മൾ ഈ സീരീസിൽ കാണുന്നത്. പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് എന്ന സിനിമയിൽ VK ശ്രീരാമൻ അവതരിപ്പിച്ച എഴുത്തുകാരൻ കഥാപാത്രത്തിന് ഓർമ്മയില്ലേ? ആ കഥാപാത്രം ഗാങ്സ് ഓഫ് വാസേപൂർ തിരുത്തി എഴുതിയാൽ എങ്ങനെയുണ്ടാകും? 4 സംഘം ഒരർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു ആശയമാണ് എന്ന് പറയാം. വയലൻസും പകപോക്കലും ഒക്കെ ഗാങ്സ് ഓഫ് വാസേപൂരിലും ഉണ്ട്. പക്ഷേ അതിലെ കഥാപാത്രങ്ങൾ കുറച്ചുകൂടെ റിയൽ ആയിരുന്നു. നമ്മൾ സ്ഥിരം കാണുന്ന ഫേഷ്യൽ ഫീച്ചറുകളുള്ള ഗടാഗടിയനായിട്ടുള്ള ഹീറോകളൊന്നും ആയിരുന്നില്ല ആ സിനിമയിൽ ഉണ്ടായിരുന്നത്. പിന്നെ പല സ്ഥലത്തും അപ്രതീക്ഷിതമായ രീതിയിൽ ടെൻഷനുള്ള സ്ഥലങ്ങളിൽ വരെ കോമഡി കയറി വരുന്നുണ്ട്. ഒരു സറ്റയർ ആവുക എന്ന ഉദ്ദേശമൊന്നും ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ലെങ്കിലും ഗ്യാങ്സ്റ്റർ കഥകൾ പറയുന്നതിൽ ഒരു കാര്യമായ വ്യത്യസ്തത കൊണ്ടുവരാൻ അനുരാഗ് കശ്യപിന്റെ ആ സിനിമയ്ക്ക് സാധിച്ചിരുന്നു. ഏതാണ്ട് 6 മണിക്കൂറിന് താഴെ സമയം എടുത്തിട്ടാണ് കശ്യപ് ആ ലോകം ബിൽഡ് ചെയ്തതെങ്കിൽ ഏതാണ്ട് 1 മണിക്കൂർ നീളമുള്ള 6 എപ്പിസോഡുകൾ ഉപയോഗിച്ചിട്ടാണ് കൃഷാന്ത് ഇവിടെ വേൾഡ് ബിൽഡിംഗ് നടത്തുന്നത്. ഇതിലേറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓർത്തിരിക്കാവുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ ഈ ഒരു 6 മണിക്കൂറിലൂടെ കൃഷാന്ത് സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. സോഷ്യൽ കമന്ററി ഒരു ലെയറായിട്ട് ഒരുവിധം എല്ലാ കൃഷാന്ത് പടങ്ങളിലും ഉണ്ടെങ്കിലും ഇവിടെ സംഭവം കുറച്ചുകൂടെ എഴുത്തിൻ്റെ പാറ്റേണുകളെ വിമർശിക്കുന്ന രീതിയിലാണ് പോകുന്നത്. ജഗദീഷ് അവതരിപ്പിക്കുന്ന മൈത്രയൻ എന്ന എഴുത്തുകാരൻ അരിക്കുട്ടനോട് നമുക്ക് ഒരു ഷേക്സ്പീരിയൻ ഡയലമ കൊണ്ടുവരാൻ പറ്റിയാൽ കഥയ്ക്ക് ഒരു ഡെപ്ത് കിട്ടിയേനെ എന്നൊക്കെ പറയുന്നുണ്ട്. സീരീസിന് ഉള്ളിൽ തന്നെ നമുക്ക് യൂഷ്വലി ആളുകൾ ഏത് രീതിയിലാണ് കഥാപാത്രങ്ങളെ എഴുത്തിൽ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നത് എക്സ്പോസ് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു അത്. ശരിക്കും സംഭവിച്ചത് എന്താണ്, എഴുതി പിടിപ്പിച്ച് പൊലിപ്പിച്ചത് എന്താണ് എന്നത് ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മളെ കാണിച്ചു തരുന്നതും ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ നായകന്മാർ ചെയ്യുന്ന ഗ്യാങ്സ്റ്റർ പരിപാടികൾ പാലുകടത്തും പൂക്കച്ചവടവും ഒക്കെയാണ്. സിനിമകളിൽ കാണുന്ന ആണത്ത പരിപാടിയുമായിട്ട് അത്ര ഒത്തുപോകാത്ത ഫീൽഡുകളാണത്. ഒരു ഘട്ടത്തിൽ അൽത്താഫ് എന്ന കഥാപാത്രം പറയുന്നുണ്ട്, പാലും പൂവുമായി ഇനി മെത്തയുടെ ബിസിനസ് കൂടെ നോക്കിയാൽ നമുക്കൊരു ആദ്യ രാത്രി ലോബി ആകാൻ പറ്റുമെന്ന്. പിന്നെ ഇതിൽ നായകന്മാരുടെ മോശം അവസ്ഥ കാണിക്കുന്ന പല സീനുകൾക്കും വളരെ സീരിയസ് ആയ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് കൊടുത്തിട്ടുള്ളത്. സാധാരണഗതിയിൽ സീരിയസ് ആയിട്ട് പറയുന്ന കോമഡിയായിട്ട് പ്രേക്ഷകന് തോന്നുന്ന ഡയലോഗുകൾ ഒന്ന് റീകൺഫേം ചെയ്യാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കോമഡി ആക്കുന്ന ഒരു പരിപാടിയുണ്ട്. കൃഷാന്ത് എന്തായാലും അതിന് നിന്നിട്ടില്ല. പോസ്റ്റ് പ്രൊഡക്ഷനിൽ എഡിറ്റ് പാറ്റേൺ ഉണ്ടായി വന്നതുപോലത്തെ ഒരു ഫീല് ഈ സീരീസ് കാണുമ്പോൾ കിട്ടുന്നില്ല. ഇതിൽ ജഗദീഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രം പ്രസന്റിലുള്ളതാണ്. എന്നാൽ പലപ്പോഴും ആ കഥാപാത്രം ഫിക്ഷണലായിട്ട് നമ്മുടെ നായകന്മാരുടെ ജീവിതത്തിലെ സുപ്രധാന ഘട്ടങ്ങളിൽ വിഷ്വലിൽ വരുന്നുണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റിൽ തന്നെ ആ ഒരു നരേഷൻ പരിപാടി വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 4 സംഘത്തിന്റെ വളർച്ചയും അവരുടെ ശത്രുക്കളുടെ കോമിക്കൽ സ്വഭാവവും ആനുപാതികമായിട്ടാണ് പോകുന്നത്. ആദ്യം വരുന്ന ബ്രൂസ്ലിയും പേലക്കുട്ടനുമൊക്കെ സാമാന്യം കോമഡി കഥാപാത്രങ്ങളാണ്. പക്ഷെ രണ്ടാമത് വരുന്ന സെന്തിലിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ കോമഡി ഉണ്ടെങ്കിലും പിന്നീട് അതിലൊരു റിവഞ്ച് പരിപാടി വരുന്നുണ്ട്. ഏറ്റവും അവസാനം കളി വലിയ ലെവലിലേക്ക് മാറ്റാൻ നോക്കുമ്പോൾ വരുന്ന വില്ലന്മാർ ഒട്ടും കോമഡി പീസുകളല്ല. ശരിക്കും സംഭവിച്ചതും പൊലിപ്പിച്ച് പറയുന്നതോ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥ കാണിക്കുന്നതോ ആയിട്ടുള്ള സീനുകളൊക്കെ വരുന്ന രീതിയിലാണ് തിരക്കഥ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃഷാന്തിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാച്ചുറേറ്റഡ് കളറുകളും വൈഡ് ആംഗിൾ ക്ലോസപ്പ് ഷോട്ടുകളും ഒക്കെ ഇവിടെയും കാണാൻ സാധിക്കും. സീരീസിലെ ഗ്യാങ് ലീഡർ ആയിട്ടുള്ള അരിക്കുട്ടനെ അവതരിപ്പിച്ചിട്ടുള്ളത് സഞ്ജു ശിവറാമാണ്. ഈ ഒരു കമ്മിങ് ഓഫ് ഏജ് ഗ്യാങ്സ്റ്റർ കഥയിലെ ആ കഥാപാത്രത്തിൻ്റെ ട്രാൻസിഷൻ നല്ല രീതിയിൽ തന്നെ പുള്ളി സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കഞ്ഞി എന്ന കഥാപാത്രത്തെ ആദ്യം ഒരു കോമഡി ക്യാരക്ടർ പോലെയാണ് അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിലും മുന്നോട്ട് പോകുന്തോറും ഇമ്പൾസീവായിട്ടുള്ള ഗ്യാങ്സ്റ്റർ ബിഹേവിയറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് കൃഷാന്ത് ആ ക്യാരക്ടറിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ശ്രീനാഥ് ബാബു ആ കഥാപാത്രത്തെ ഹ്യൂമർ ഒട്ടും ചോർന്നു പോകാത്ത രീതിയിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം നിരഞ്ജ് മണിയമ്പിള്ള രാജുവിന് നല്ലൊരു സൃഷ്ടിയുടെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്ലാങ്ങിൽ സംസാരിക്കുന്ന അൽത്താഫിനെ വളരെ എഫേർട്ട്ലെസ് രീതിയിൽ അവതരിപ്പിക്കാൻ നിരഞ്ജിന് പറ്റുന്നുണ്ട്. ഈ ഒരു കഥയിലെ ഒരുപക്ഷെ ഏറ്റവും റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയാൻ പറ്റുന്നത് മണിയനാണ്. അയാൾ നേരിടുന്ന പ്രശ്നങ്ങളും കുറച്ചുകൂടെ ഗ്രൗണ്ടഡ് ആണ്.
ആ കഥാപാത്രത്തെ നല്ല രീതിയിൽ തന്നെ ശംഭു അവതരിപ്പിച്ചിട്ടുണ്ട്. സച്ചിൻ ജോസഫാണ് ഇതിൽ മൂങ്ങ എന്ന സംഘത്തിലെ അരയെ അവതരിപ്പിച്ചിട്ടുള്ളത്. വലിപ്പവും ആറ്റിറ്റ്യൂഡും തമ്മിലുള്ള കോൺട്രാസ്റ്റ് കൊണ്ടുണ്ടാകുന്ന ഹ്യൂമർ സീരീസിനെ സഹായിക്കുന്നുണ്ട്. സ്വല്പം കോമിക്കലായിട്ടുള്ള ബ്രൂസ് ലീയെ അലക്സാണ്ടർ പ്രശാന്ത് രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. വിഷ്ണു അഗസ്ത്യയുമായിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കോമിക്കൽ കുത്തിത്തിരിപ്പൻ കഥാപാത്രത്തെയാണ് പുള്ളി ഈ സീരീസിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അനാവശ്യമായിട്ട് ആവേശമുള്ള ആ ക്യാരക്ടർ വിഷ്ണു രസകരമായിട്ട് തന്നെ സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആദ്യം മുതൽ അവസാനം വരെയുള്ള SI സുരേഷ് എന്ന കഥാപാത്രത്തെ രാഹുൽ രാജഗോപാലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ രാഹുലിൻ്റെ ഫിസിക്കുമായിട്ട് യോജിച്ചു പോകുന്ന രീതിയിൽ ഒരു കഥാപാത്രത്തെ കൃഷാന്ത് അദ്ദേഹത്തിന് കൊടുത്തത് ആദ്യമായിട്ടായിരിക്കണം. ഏതായാലും കോമഡിയുടെ കുറച്ച് പരിപാടികൾ ഈ കഥാപാത്രത്തിലും ഉണ്ട്. ചെറിയ സ്ക്രീൻ ടൈം ഉള്ള പ്രധാനപ്പെട്ട പല കഥാപാത്രങ്ങളെയും ചെയ്യാൻ സാമാന്യം പോപ്പുലർ ആയിട്ടുള്ള വലിയ ആർട്ടിസ്റ്റുകളെ തന്നെ കൃഷാന്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. വിജയരാഘവൻ, ഇന്ദ്രൻസ്, ഹക്കീം ഷാജഹാൻ, ദർശന രാജേന്ദ്രൻ, ശാന്തി ബാലചന്ദ്രൻ, സറിൻ ഷിഹാബ് എന്നിവരൊക്കെയാണ് അങ്ങനെ ഈ സീരീസിന്റെ ഭാഗമായിട്ടുള്ളത്. പ്രകടനം കൊണ്ട് പലരും പ്രത്യേകിച്ച് ഓർത്തിരിക്കാൻ സാധ്യതയുള്ള 2 പേരുകളാണ് തമിഴ് നടനായിട്ടുള്ള വിഘ്നേശ്വർ സുരേഷും അനൂപ് ജമീല മോഹൻദാസും. റിവ്യൂ ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഇത് പറഞ്ഞ് ഏതാണ്ട് ക്ലീഷേ പോലെ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതായത് കൃഷാന്തിന്റെ മറ്റ് സൃഷ്ടികൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതും നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് പറയുന്നത്. ഒരു ഫിലിം മേക്കറിന് ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ ഉണ്ടാകുന്നത് ഒരുമാതിരി പാറ്റേൺ പോലെ തോന്നി തുടങ്ങുക അവർ ഒരേ രീതിയിലുള്ള കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ്. എവിടെയൊക്കെയോ കൃഷാന്തിൻ്റേത് ഒരു പാറ്റേൺ ആകുന്നതിൻ്റെ തുടക്കം 4 സംഘത്തിൽ കാണാൻ സാധിക്കും. മുന്നോട്ട് പോകുമ്പോൾ ഫിലിം മേക്കിംഗ് സ്റ്റൈലും പ്രെഡിക്റ്റബിൾ ആകാൻ ഇതൊരു പക്ഷേ കാരണമായേക്കാം. ഏതായാലും ഇത്തരത്തിലുള്ള കഥ പറച്ചിൽ മലയാളത്തിലും പൊതുവെ ഇന്ത്യയിലെ സീരീസ് സ്പേസിലും ഇല്ലാത്തതുകൊണ്ട് 4 സംഘം കണ്ടിരിക്കുമ്പോൾ വളരെ ഫ്രഷ് ആയിട്ട് തോന്നുന്ന എപ്പിസോഡ് ഇനിയും എത്ര ബാക്കിയുണ്ട് എന്ന് നമ്മളെ കൊണ്ട് നോക്കിപ്പിക്കാത്ത ഒരു അനുഭവമാണ്. ഇത്രയുമായിരുന്നു ഈ സീരീസിനെ കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്